നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഒരു പേജും ഒന്നും മെൻഷൻ ചെയ്യേണ്ട. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 22 രൂപ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോക്ക് കമന്റ് ആയി ഇടുക. കമന്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേരെ മണാലിക്ക് കൊണ്ടുവന്നായിരിക്കും. അത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് എപ്പോ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ ഈ അടുത്തൊരു 5 ദിവസത്തേക്കുള്ള ഒരു ക്യാമ്പയിനാണ് ഇത്. 22 രൂപ അയച്ചു കൊടുക്കുക. 22 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 പേർക്കുള്ള മണാലി പാക്കേജ് ആയിരിക്കും. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നിങ്ങൾ ഈ പണം അയക്കേണ്ടത്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഉള്ളത്. മറ്റ് പേജ് ഒന്നും ഫോളോ ചെയ്യേണ്ട, നിങ്ങൾ ഒരു നിബന്ധനകളും ഇതിനില്ല. നിങ്ങൾ ഈ സാധനം 22 രൂപ അയക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പ്രളയം എന്ന സമയത്ത് അന്ന് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം നമ്മൾ 11 രൂപ ചലഞ്ച് വെച്ചിട്ട്, അത് എല്ലാ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഏകദേശം 13 ലക്ഷം രൂപയോളം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അന്ന് 11 ആയിരുന്നു, ഇന്ന് 22 ആണ്. 22 രൂപ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് തന്നത് 2 പേർക്കുള്ള മണാലി പാക്കേജ് ആയിരിക്കും. ഒരുപാട് പാവങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. പറ്റുന്നവരൊക്കെ ചെയ്യുക, ഇതിൽ പങ്കെടുക്കുക. കൂടെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു കൃത്രിമം ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് പോയിട്ട് ചെക്ക് ഇട്ടോ ബാങ്കിൽ നിന്ന് പൈസ കിട്ടോ ഇത് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഓഡിറ്റുള്ള ഒരു സംഭവമാണ്. അത് അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കും, ഒരു സംശയവും ഇല്ല. ചെറിയ പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, അതൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് ആവശ്യമുള്ളവർക്ക് എത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ദയവേത് പങ്കെടുക്കുക, ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സർക്കാരിനെ.